സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ഭാഗത്തു നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ ശക്തമായ മറുപടി ഉണ്ടാകും. വീണ്ടും ഇറാന് നേരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. അവിടെ ഇറാൻ സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾ താൻ പരിശോധിച്ചു വരികയാണ് എന്നും അറിയിച്ചു. കഴിഞ്ഞ 47 വർഷമായി ഇറാൻ ചെയ്ത കാര്യങ്ങൾക്ക് അവർ അർഹമായ വില നൽകേണ്ടി വന്നിട്ടില്ല. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും. ഇറാൻ മോശമായി പെരുമാറുകയാണ് എങ്കിൽ അവർക്കെതിരെ വീണ്ടും ആക്രമണങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ഏതൊരു സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുക എന്നത് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് തന്നെ അദ്ദേഹം ഇവിടെ ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വെടിനിർത്തൽ നീട്ടുന്നതിന് പകരം യുദ്ധം പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കണം. ലെബനോനിലേതടക്കം എല്ലാ ആക്രമണങ്ങളും അമേരിക്ക അവസാനിപ്പിക്കണമെന്നും ഹോർമുസിന്റെ നിയന്ത്രണത്തിന് പുതിയ സംവിധാനം വേണമെന്നും മേഖലയിൽ നിന്ന് US സേനയെ പൂർണ്ണമായും തന്നെ പിൻവലിക്കണം തുടങ്ങി 14 നിർദ്ദേശങ്ങളാണ് ഇറാൻ ഇവിടെ പുതിയ സമാധാന കരാറിന്റെ ഭാഗമായി തന്നെ പങ്കുവച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതും. അതേസമയം ആ നയതന്ത്രം വേണോ അതോ പോരാട്ടം തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും ഇറാൻ ഇവിടെ തിരിച്ചടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു നീക്കത്തെയും നേരിടാൻ തങ്ങളുടെ സൈന്യം സജ്ജമാണ് എന്നും ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ജാഫർ അസിഫി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ കേവലം മാധ്യമ ശ്രദ്ധ നേടുവാനും എണ്ണവില കുറയ്ക്കുന്നത് തടയുവാനും വേണ്ടിയുള്ളതാണ് എന്നതാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നയതന്ത്രത്തിന്റെ പാതയാണോ അതോ സംഘർഷത്തിന്റെ പാതയാണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇനി അമേരിക്കയാണ് എന്നും ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി കാസിം ഗരീബാബി ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ താൻ അവിടെ സംതൃപ്തനല്ല എന്നും ആക്രമണത്തിലൂടെ തന്നെ അവരെ പാഠം പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരു കരാറിൽ എത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് ട്രംപ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.